അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. അവരുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വേഗത്തിൽ തന്നെ നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉള്ള മാർഗം. അത് നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ സൂറത്തുൽ ബഖറ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണല്ലേ സൂറത്തുൽ ബഖറ. ഈ ഒരു സൂറത്തിനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. നിങ്ങൾ 3 പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 5, അതുമല്ലെങ്കിൽ 7. നിങ്ങളുടെ ഇഷ്ടം പ്രകാരം നിങ്ങൾ ഒരു കണക്ക് രേഖപ്പെടുത്തുക. എന്നിട്ട് നിയ്യത്ത് വെക്കുക. അള്ളാഹുവിന് വേണ്ടി ഞാൻ 3 പ്രാവശ്യം എൻ്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ സൂറത്തുൽ ബഖറ ചൊല്ലി തീർത്തേക്കാം. ഇന്ന ദിവസം ഇന്ന എന്നുമില്ല. ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ അങ്ങനെ കഴിയാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ 2 ദിവസം, അല്ലെങ്കിൽ 3 ദിവസം. നിങ്ങളെ കൊണ്ട് എങ്ങനെയാണോ, എത്ര ദിവസം കൊണ്ടാണോ കഴിയുന്നത്, കുറേ ദിവസം നിങ്ങൾ സമാധാനത്തോടു കൂടി ചൊല്ലി തീർത്താൽ മാത്രം മതി. തജ്വീദൊക്കെ അനുസരിച്ച് ആത്മാർത്ഥമായിട്ട് മനസ്സൊരുക്കിയിട്ട് വേണം ഈ ഒരു സൂറത്ത് ഓതി തീർക്കാൻ. 3 പ്രാവശ്യം ഓതാൻ കഴിയുന്നവരാണ് എങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 5, 7 എത്രയാണോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കണം. എല്ലാം ആത്മാർത്ഥമായോടുകൂടി മനസ്സറിഞ്ഞിട്ട് വേണം ഇതെല്ലാം ചൊല്ലി തീർക്കാൻ. ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുകയില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ തന്നെ അത് നമുക്ക് നടത്തി തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. നടത്തി തന്നില്ല എന്നും പറഞ്ഞിട്ട് അത് വീണ്ടും ഒഴിവാക്കി പോകാൻ പാടില്ല. വീണ്ടും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ അവൻ്റെ പക്കൽ നിന്ന് നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക. ഇത്രയും നമ്മൾ കാത്തിരുന്നില്ലേ ക്ഷമയോടുകൂടി. ഇനിയും അങ്ങോട്ടുള്ള കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.